നിറഞ്ഞിരിക്കുകയാണ് പാലക്കാട് കോട്ട മൈതാനം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇവിടെയാണോ? പാലക്കാടാണോ? നമസ്കാരം. പാലക്കാടാണോ? അതെ, പാലക്കാട്. രാവിലെ ഇവിടെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ അതോ വന്നതാണ്? എല്ലാ സൺഡേ വരാറുണ്ടോ? പൊതുവേ ഓൾമോസ്റ്റ് വരും. വന്ന് 2 റൗണ്ട് നടക്കുമോ? ജസ്റ്റ് 2 റൗണ്ട് നടക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരുന്നാണല്ലോ എക്സസൈസ് ചെയ്യുന്നത്. 2 റൗണ്ട് കഴിഞ്ഞു. 2 റൗണ്ട് കഴിഞ്ഞു അല്ലേ? ഹായ് സർ. എവിടെ? പാലക്കാടാണോ? പാലക്കാട്. ശബരിമല മാലയിട്ടു? ഇല്ല, മാലയിട്ടില്ല. വണ്ടിത്താവളത്തിലാണ് അല്ലേ? സൺഡേ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട് അല്ലേ? രാഷ്ട്രീയ വാർത്തയൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. ഈ സന്ദീപ് വാര്യരെയൊക്കെ പാർട്ടി മാറിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? പാർട്ടി മാറുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസമാണ് ഇതൊക്കെ. വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ആ വ്യക്തിയുടെ താല്പര്യം, അയാൾ ഏതിൽ വിശ്വസിക്കുന്നു അതിൽ ചേഞ്ചസ് വരുന്നു, അതായിരിക്കും സ്വാതന്ത്ര്യമുണ്ട്. അതെ. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ ഈ തെരഞ്ഞെടുപ്പിൽ? കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്തേക്കാം. എന്താണ് അഭിപ്രായം? അല്ല, പൊതുവേ പാലക്കാട് നമ്മളെല്ലാവരും പറയുന്ന പോലെ ഒരു ഷാഫി പറമ്പിൽ രാഹുൽ തരംഗം തന്നെയാണ്. അപ്പോൾ സന്ദീപ് വാര്യർ വന്നതിൽ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ അവർ ഓൾമോസ്റ്റ് പ്രിപ്പയർഡ് ആണ്. കോൺഗ്രസ് പ്രിപ്പയർഡ് ആണ്. ആ ഫൈറ്റിൽ അവർ ഒരു എഡ്ജ് മുന്നിലാണ്. അതെ, ഷാഫിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് രാഹുലിനും അതൊരു ബോണസ് ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഷാഫിക്ക് കൂടി കിട്ടുന്ന വോട്ടാണ് രാഹുലിന് കിട്ടുന്ന വോട്ട്. തീർച്ചയായും. എന്ത് ചെയ്യുന്നു സാർ? റിട്ടയർഡ് പേഴ്സൺ ആണ്. റിട്ടയർഡ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് ചെയ്യാണ്. ഫാർമസി. ഓക്കെ. ഹായ്, കളിക്കാൻ വന്നതാണോ? എവിടെ വീട്? ഞങ്ങളുടെ വീട് മുണ്ടൂര്. മുണ്ടൂരാണ്. ഇവിടെ വരുമോ? കോട്ടയം വരുമോ? കളിക്കാൻ വരുമോ? ഞാൻ ഇടയ്ക്ക് വരും. ആദ്യമായിട്ട് വരുന്നത്? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ കോട്ട മൈതാനത്താണ് നിന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. കളിയൊക്കെ കഴിഞ്ഞോ? ഒന്ന് വീർത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിച്ചൊഴിഞ്ഞ് കിട്ടണം. രാവിലെ ഒന്ന് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് സാറിനെ കണ്ടത്. ഓക്കെ. എന്താ പേര്? രാഹുൽ. നമ്മുടെ പേര് നിയാസ്. ഓക്കെ, നിയാസ്. രാഹുൽ എവിടെയാണ് വീട്? ഇവിടെ തന്നെ. ഓക്കെ. എങ്ങനെയാ പാലക്കാട് രാഷ്ട്രീയ സാധ്യത? ഷാഫി പറമ്പിലിന്റെ പിന്തുടർച്ചയായിട്ട് വരാൻ സാധ്യത. ഈ സന്ദീപ് വന്നത് ഗുണം ചെയ്യുമോ പാർട്ടിക്ക്? സന്ദീപ് വന്നത് ഒരു രാത്രി കൊണ്ട് മറികണ്ഠം ചാടിയവരാണ് സന്ദീപ്. പിന്നെ അതെ, അങ്ങനെ വിശ്വസിക്കരുത് എന്നാണ്. മറികണ്ഠം ചാടുന്നവരെ ഒന്ന് കാത്തിരുന്നിട്ട് വിലയിരുത്താം. അതല്ലേ? അങ്ങനെയാണോ? അത് നിലപാടില്ലാത്തവര് നിലപാട് അങ്ങോട്ടും മാറ്റുന്നവരിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പിന്നെ ഇവിടെ സന്ദീപ് വാര്യർ മാറിയാലും കാര്യമൊന്നുമില്ല. ഇവിടെ ഏകദേശം തീരുമാനത്തിലൂടെയാണ് പോണത്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും ഇവിടെ കോൺഗ്രസ് വരാറുള്ളൂ എന്നുള്ളൊരു പൊതുധാരണ മാറാൻ സാധ്യതയില്ല. സരീൻ പറഞ്ഞ സ്വതന്ത്ര പാർട്ടി എന്തിനു CPM-കാര് ഡയറക്റ്റ് ഇറക്കാതെ സരീൻ ഇറക്കിയത്? അതിൽ തന്നെ അറിയാമല്ലോ. പിന്നെ കോൺഗ്രസിന്റെ മുൻഗണനയാണ് ഇതിന്റെ കാര്യം അറിയാം. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അതാണ് നമുക്ക് പൊതുവേ കിട്ടുന്ന ഒരു പൾസ് പുലർച്ചെ. എന്തായാലും പാലക്കാട്ടെ കാര്യങ്ങളൊക്കെ മാറുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. പാലക്കാട് സജീവമായിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കോട്ട മൈതാനത്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉള്ളത്. പ്രേക്ഷകർക്ക് കാണാം ഒരുപാട് ചെറുപ്പക്കാർ രാവിലെ വന്ന് വർക്കൗട്ട് ചെയ്തതും. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. മനോഹരമായ ഒരു കയർ ഇവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. ഒരു വിരുദൻ. ഞാനടി റെഡി 1 2 3 ചടിയോ? അതാ. അപ്പോൾ ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ആംഡ് ഫോഴ്സസിലേക്കുള്ള പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്. ആ റോപ്പ് ക്ലൈമ്പിങ്ങിൻ്റെ പരിശീലനം കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കയറാണ്.